നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവേ, കർത്താവേ. അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് എന്ന വാക്ക്, ഇന്നും ആ വാക്കിന്റെ അർത്ഥം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. യേശുവിനെ ഒരാൾ കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ, വിളിക്കുകയല്ല അറിഞ്ഞു വിളിക്കുന്നെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതിന്റെ രക്ഷയുടെ ആധാരരേഖ എന്തെന്ന് ചോദിച്ചാൽ യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയണം. വാ കൊണ്ട് ഏറ്റുപറയണം. അപ്പൊ കർത്താവായിട്ട് അംഗീകരിക്കുക. യേശു ഒരു ദേവനാണ്, യേശു സൗഖ്യദായകനാണ്, യേശു സൗമ്യശീലനാണ്, യേശു ജനനായകനാണ്, യേശു നല്ല ആത്മീക നേതാവാണെന്നൊക്കെ വിചാരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. ലോകത്തിലൊരു ന്യൂനപക്ഷമുണ്ട് യേശുവിനെ കർത്താവായി വിശ്വസിക്കുകയും കർത്താവായി സ്വീകരിക്കുകയും ചെയ്തവർ. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നമ്മുടെ മേലെ അധികാരം, നമ്മെ ഭരിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്. പിന്നെ ജീവിക്കുന്നത് അവരല്ല, കർത്താവ് എന്ന് പറയുന്നു അതുപോലെ. അപ്പൊ കർത്താവേ എന്ന് വിളിച്ചെങ്കിൽ എല്ലാരും വിളിക്കുകയല്ല യേശുവിനെ കർത്താവേ എന്ന്. ശിഷ്യന്മാര് പോലും ഗുരു, റബ്ബൂനി എന്നൊക്കെ വിളിച്ചത്. നിങ്ങൾ വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 12 അപ്പോസ്തലന്മാർ യേശുവിനെ ഗുരുവേ, നാഥ എന്നൊക്കെ വിളിച്ചത്. ഈ സ്ത്രീക്ക് ആര് പറഞ്ഞു കൊടുത്തെന്ന് അറിഞ്ഞില്ല, കർത്താവേ എന്നാണ് വിളിച്ചത്. രണ്ടാമത്തത്,